സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. 2 FIR ഇട്ടിട്ടുണ്ട്. ഈ ആദ്യം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും പ്രതികളാകുന്നതായിരിക്കും. കോടതിയിൽ നിന്ന് നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ അതാണ്. ഇനി കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ ആയിരിക്കും പോകേണ്ടത്. എങ്ങനെയാണ് അന്വേഷണം വിശദമായിട്ട് മുന്നോട്ട് പോകുന്നത്? പൂജ, സന്നിധാനത്തെ പീഠം കാണാനില്ല എന്നൊരു പരാതിയിൽ തുടങ്ങിയ ഒരു വിവാദമാണ് അതിപ്പോൾ എത്തി നിൽക്കുന്നത്. ദേവസ്വം ബോർഡിലെ തന്നെ ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന സംഘടിതമായ കൊള്ള എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ അന്വേഷണത്തിൽ ഇനി തെളിഞ്ഞു വരേണ്ടതുണ്ട്. അതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ ലക്ഷ്യമിടുന്നതും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഒന്നാം പ്രതി 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റ് ദേവസ്വം ജീവനക്കാരും പ്രതികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം തുടങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ നടപടികളിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് ആദ്യ ഘട്ടത്തിൽ തന്നെ നടക്കുക. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. എവിടെയാണ് എന്ന് ഇപ്പോഴും കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിലാണ്. ഏതായാലും അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി വീട്ടിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ പീഠം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനി അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കോടതിയിൽ പോയി മറ്റ് നിയമ നടപടികളുമായി മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ അതിലേക്കൊക്കെ പോകുമോ എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ അത്തരം സാധ്യതയൊന്നും തന്നെ ഇല്ല. ഒപ്പം തന്നെ ശബരിമലയിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട് കോടതി. അതുകൊണ്ട് തന്നെ അമിക്കസ് ക്യൂറിക്ക് മുന്നിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശവും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയ്ക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും തുടങ്ങുക. കാരണം സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഒന്ന് സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആ ഒരു കുറവ് വന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയതിനു ശേഷം മറ്റ് പല ആളുകളുടെയും വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത്ര കാലതാമസം ചെന്നൈയിലേക്ക് അത് എത്തിക്കുന്നതിന് മുമ്പുണ്ടായി. അത്തരം കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പല അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതെല്ലാം തന്നെ ശാസ്ത്രീയമായി അന്വേഷണ സംഘത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുക.